എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കമീൻ കറിയാണ്. ഉണക്ക സ്രാവ് തേങ്ങാക്കൊത്തിട്ട് വറ്റിച്ചതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ ഉണക്കസ്രാവ് എടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിന് തുണ്ടൻ മീൻ എന്നും പറയും. ഇത് ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കഷ്ണം കുടംപുളി എടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഉറയുള്ള ടൈപ്പ് പുളിയാണ്. ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത ശേഷം നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. കുടംപുളി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.25 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ്. ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കാം. 5 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അരിഞ്ഞെടുത്താലും മതി. 1/4 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഉണക്കസ്രാവ് കറിക്ക് തേങ്ങാക്കൊത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കറി ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കടായി നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 നുള്ളു ഉലുവ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉലുവയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ പൊടികൾ ഇടുന്ന വശം തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കളറും ഉണ്ടാവും, അധികം എരിവും ഉണ്ടാവത്തില്ല. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇത്ര അളവിൽ ചേർക്കണ്ട. 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറണം. കരിഞ്ഞു പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി സോക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളവും പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്തൊക്കെ പുളിവെള്ളത്തിൽ കിടന്നൊരു 5 മിനിറ്റ് തിളയ്ക്കണം. അതിനുശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു 7-8 മിനിറ്റും കൊണ്ടൊക്കെ തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇത് തുറന്ന് വെച്ച് കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോൾ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തണുത്ത് കഴിയുമ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുറുകി നല്ല തിക്കായിട്ട് വരും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 നുള്ളു ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. കൂടിപ്പോകണ്ട, കൂടിപ്പോയ കയ്പ്പ് വരും. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു 4-5 തുള്ളി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം തുറന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉണക്കമീനിൽ നല്ല ഉപ്പുണ്ടാവും. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കറിയുടെ ഉപ്പ് അറിയാൻ പറ്റില്ല. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ മീൻ കഷ്ണങ്ങളിൽ നിന്നൊക്കെ ഉപ്പ് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കറി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ കറി വെച്ച് അന്ന് തന്നെ കഴിക്കുന്നതിനേക്കാളും തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് നന്നായിട്ട് എരിവും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. ഈ കറി 3 ദിവസമൊക്കെ കേടുകൂടാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് കപ്പയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.